സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ശ്രമത്തിനെതിരെ നാളെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കും. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന യൂണിവേഴ്സിറ്റി മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി എസ് ശ്രീജ ചേരുന്നുണ്ട്. ശ്രീജ, പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധം സമര ആഭാസം എന്ന് തന്നെയാണ്. പക്ഷേ അതിന് എസ് എഫ് ഐ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്. ഇവിടെ ഇനി ഡിവൈഎഫ്ഐയും ഇതാ സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തീരുമാനിക്കുന്നു. തീർച്ചയായും ഏതായാലും കേരള സർവകലാശാലയുടെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുന്നതിനെതിരെയാണ് തകർക്കുന്ന രീതി അതാണ് വിസിമാർ സ്വീകരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിസിമാരുടെയും ചാൻസലറുടെയും അന്യായമായ ഇടപെടലിനെതിരെ ഡിവൈഎഫ്ഐ കൂടി പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്നത്. നാളെ മുതൽ ഡിവൈഎഫ്ഐയുടെ അതിശക്തമായ സമരം കൂടിയാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സർവകലാശാലയിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ് ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുക. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അതോടൊപ്പം തന്നെ ചാൻസലറുടെ നിലപാടുകൾക്കൊപ്പം തന്നെ വി സി ഡോക്ടർ മോഹനൻ കുന്നുമൽ അദ്ദേഹം അവധിക്ക് ശേഷം മടങ്ങിയെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സർവകലാശാലയിലേക്ക് കയറുവാനായി അനുവദിക്കില്ല, അദ്ദേഹത്തെ തടയും എന്നുള്ള പ്രഖ്യാപനം കൂടി ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഇടപെടലുകളിലാണ് സർവകലാശാലകൾ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഭരണം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് വി സിയുടെയും ചാൻസലറുടെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരത്തിലുള്ള നിലപാട് അവസാനിപ്പിക്കും വരെയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും എസ് എഫ് ഐക്കൊപ്പം ഡിവൈഎഫ്ഐ കൂടി പ്രഖ്യാപിക്കുന്നു. ശരി ഷീജ, സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധിക്കാൻ എസ് എഫ് ഐക്കൊപ്പം ഇതാ ഡിവൈഎഫ്ഐയും. എസ് ശ്രീജയാണ് വിവരങ്ങൾ നൽകിയത്.